നമസ്കാരം സുഹൃത്തുക്കളെ, ലാറവെൽ മലയാളം ട്യൂട്ടോറിയൽ സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാറവെലിന്റെ ബേസിക്സ് പഠിച്ചു. നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചെറിയൊരു തീം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിനായിട്ട് ഒരു ഫ്രീ തീം നമ്മൾ എടുക്കുകയാണ്. ഒരു ഫ്രീ templated.co/simplework എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഫ്രീ തീമാണ്. ആക്ച്വലി ഈ സൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള തീംസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു സൈറ്റാണ്. സോ ഇവിടെ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാണ് ഞാൻ. ഇനി നമുക്ക് ഈ സിപ്പ് ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യാം. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ടു ടെംപ്ലേറ്റഡ് സിമ്പിൾ വർക്ക്. സോ അത് എക്സ്ട്രാക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ എടുക്കണം. ദെൻ ഇതിൻ്റെ അകത്തുള്ള ഫയൽസിനെ, അതിൻ്റെ അകത്ത് ആക്ച്വലി ഫോൺസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, ദെൻ 2 CSS ഫയൽസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് പബ്ലിക് ഡയറക്ടറിയുടെ അകത്താണ് വരേണ്ടത്. സോ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ഒരു പുതിയ വിൻഡോയിൽ എടുക്കാം. സോ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് ബ്ലോഗ് എന്നുള്ള ഫോൾഡർ, ദെൻ നമുക്കിവിടെ പബ്ലിക് എന്നുള്ള ഡയറക്ടറി ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഈ ഫയൽസ് മുഴുവൻ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. സോ ആ ഫയൽസ് കോപ്പി ചെയ്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്കൊരു പുതിയ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ലേഔട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കൊരു പുതിയ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ലേഔട്ട്സ് ഫോൾഡർ ഉണ്ട്. അതിൽ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ന്യൂ ഫയൽ. അതിൽ നമ്മൾ പറയുകയാണ് theme.blade.php. നമുക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം. ഇവിടെ പറയുകയാണ് theme.blade.php. അങ്ങനെ ഒരു ലേഔട്ട് ഞാൻ പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ welcome.blade.php എടുക്കാം. ഇവിടെ ആക്ച്വലി നമ്മൾ layouts.app, അതായത് ആപ്പ് എന്നുള്ള ലേഔട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. അതിന് പകരമായിട്ട് നമുക്കിതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഈ theme.blade.php എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ layouts.app എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ പറയുന്നു layouts.theme എന്ന് പറയുന്നു. നമ്മൾ വീണ്ടും നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റിൻ്റെ ഫയലിൽ വരുന്നു. അതിൽ index.html ഓപ്പൺ ചെയ്യുന്നു. സോ ഇതാണ് ആ ടെംപ്ലേറ്റിൻ്റെ HTML കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മളത് കോപ്പി ചെയ്യുന്നു. ദെൻ നമ്മുടെ theme.blade.php അതുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ആ തീം ഇവിടെ വന്ന് ഇൻ്റഗ്രേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് കോൺടാക്ട് പേജിൻ്റെ ലേഔട്ട് ഇതുപോലെ മാറ്റാം. നമ്മൾ contact.blade.php layouts.app മാറ്റിയിട്ട് നമ്മൾ layouts.theme എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് സെക്ഷനും കളയുന്നു. ദെൻ നമ്മൾ /contact എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം തീം കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഹോമിനും കോൺടാക്റ്റിനും ഒരു ലിങ്ക് കൊടുക്കാം. സോ അതിനായിട്ട് നമ്മൾ നമ്മുടെ തീം എടുക്കുകയാണ്, theme.blade.php. സോ ഇവിടെ നമ്മൾ പറയുകയാണ് /ഹോം പേജിന് വേണ്ടിയിട്ട്. ദെൻ കോൺടാക്ട് പേജിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിങ്ക് പറയുകയാണ് /contact. സോ ഇത് ഹോം പേജിലേക്ക് പോകും. ദെൻ ഇത് കോൺടാക്ട് പേജിലേക്ക് പോകും. ഈ കോൺടാക്ട് പേജിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ കോൺടാക്ട് പേജിൻ്റെ മെനു ഹൈലൈറ്റ് ചെയ്യണം എന്ന് കരുതുക. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ തീമിൽ ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഈ LIക്ക് ഒരു ക്ലാസ് കറണ്ട് പേജ് ഐറ്റം എന്നുള്ളൊരു ക്ലാസ് വരുമ്പോഴാണ് ഇതിനൊരു കളർ മാറുന്നത്. ആ ക്ലാസ് ഇല്ലെങ്കിൽ അതിന് കളറില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ URL ഏതാണോ അതനുസരിച്ച് നമുക്ക് ഇതിന് ക്ലാസ് ഇട്ട് കൊടുക്കണം. നമ്മൾ theme.blade.php എടുക്കുന്നു. ഇതിൽ നമുക്ക് ഈ ക്ലാസ് നമ്മുടെ ഇപ്പോഴത്തെ പേജിൻ്റെ URL അനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് കളയാണ് ഇവിടുന്ന്. ദെൻ നമ്മൾ ബ്രാക്കറ്റ്സ് ഇടുകയാണ്. നമ്മൾ ബ്ലേഡ് ടെംപ്ലേറ്റിങ്ങിൽ എഴുതുകയാണ് റിക്വസ്റ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ പാത്ത്. ഇതൊരു ഫംഗ്ഷനാണ്. ആക്ച്വലി ഈ ഫംഗ്ഷൻ നമ്മളുടെ ഇപ്പോഴത്തെ പേജിൻ്റെ URL റിട്ടേൺ ചെയ്ത് തരും. നമ്മൾ ആ റിട്ടേൺ ചെയ്യുന്ന URL അത് ഈക്വൽസ് / ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഹോം പേജ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മെനു ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ പറയുകയാണ് ഇവിടെ നമുക്ക് കറണ്ട് പേജ് ഐറ്റം എന്നുള്ള ക്ലാസ് ഇട്ട് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സും വേണ്ട. അപ്പോൾ റിക്വസ്റ്റ് പാത്ത് / ആണെന്നുണ്ടെങ്കിൽ കറണ്ട് പേജ് ഐറ്റം എന്നുള്ള ക്ലാസ് അതിന് കിട്ടും. ദെൻ ഇതിൻ്റെ സെയിം നമുക്ക് കോപ്പി എടുക്കാം. ഇതേ കോപ്പി തന്നെ നമുക്ക് കോൺടാക്ട് പേജിൻ്റെ LIയിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ പാത്തിൽ വ്യത്യാസമുണ്ട്. ഇത് /contact ആണെന്നുണ്ടെങ്കിലാണ്. അപ്പോൾ നമ്മൾ / കൊടുക്കേണ്ട കാര്യമില്ല, കോൺടാക്റ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ റിക്വസ്റ്റ് പാത്ത് കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ LIക്ക് ആയിരിക്കും കറണ്ട് പേജ് ഐറ്റം എന്നുള്ളത് വരിക. വെറും / ആണെന്നുണ്ടെങ്കിൽ ഈ പേജിനായിരിക്കും വരിക. നമുക്ക് സേവ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ ഹോം പേജിലാണ് കിടക്കുന്നത്, അത് ഹൈലൈറ്റ് ആയി. നമുക്ക് കോൺടാക്ട് പേജിൽ പോയാൽ ഇപ്പോൾ കോൺടാക്ട് പേജ് ഹൈലൈറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഏത് പേജിലാണോ അതനുസരിച്ചിട്ട് നമുക്ക് മെനു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഹോം പേജിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ആക്ച്വലി കുറച്ച് ബ്ലോഗ് പോസ്റ്റ് പോലെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ആർട്ടിക്കിൾസ് ലോഡ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിവിടെ ലിസ്റ്റ് ചെയ്യിക്കാം. സോ അത് വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫോം റിലേറ്റഡ് ആയ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ പഠിക്കാം. സോ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു മോഡലും ഒരു മൈഗ്രേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ടെർമിനൽ എടുക്കുകയാണ്. അവിടെ നമ്മൾ പറയുകയാണ് PHP artisan make. നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. മോഡൽ ആർട്ടിക്കിൾ എന്ന് പേര് കൊടുക്കാം, ആർട്ടിക്കിൾ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൈഗ്രേഷനോട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ -m എന്ന് കൊടുത്താൽ മതി. സോ ഇപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ എന്ന് പേരുള്ള ഒരു മോഡൽ ബിൽഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷൻ ഫയലും ക്രിയേറ്റ് ചെയ്യും. സോ ഇവിടെ മോഡലും മൈഗ്രേഷനും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈഗ്രേഷൻ ഓപ്പൺ ചെയ്യാം.
സോ ഡാറ്റാബേസ് മൈഗ്രേഷൻസ്, ക്രിയേറ്റ് ആർട്ടിക്കിൾസ് എന്നുള്ള ഈ മൈഗ്രേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ദെൻ നമുക്കൊരു ടൈറ്റിൽ ഇട്ട് കൊടുക്കാം, ടേബിൾ സ്ട്രിങ് ടൈറ്റിൽ. ദെൻ ടേബിൾ ഒരു ടെക്സ്റ്റ് ഫീൽഡായിട്ട് നമ്മൾ അതിൻ്റെ ആർട്ടിക്കിളിൻ്റെ ബോഡി പറയുകയാണ്. ഓക്കെ, ദെൻ അത് സേവ് ചെയ്യാം. ദെൻ നമുക്ക് അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. PHP ആർട്ടിസാൻ മൈഗ്രേറ്റ്. സോ ആ മൈഗ്രേഷൻ റൺ ചെയ്തു. നമ്മുടെ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ആർട്ടിക്കിൾസ് എന്നുള്ളൊരു പുതിയ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടിങ്കർ യൂട്ടിലിറ്റി എടുക്കാം. PHP ആർട്ടിസാൻ ടിങ്കർ. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് റെക്കോർഡ്സ് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. $article ഈക്വൽസ് ന്യൂ app/article. ദെൻ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ പറയുന്നു ഹൗ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്. ദെൻ ആർട്ടിക്കിളിൻ്റെ ബോഡി പറയുന്നു ആർട്ടിക്കിൾ ബോഡി, ഒരു കണ്ടന്റ് പറയുന്നു. ദെൻ നമുക്ക് ആർട്ടിക്കിൾ സേവ് ചെയ്യാം. ആർട്ടിക്കിൾ സേവ്. ഓക്കെ, ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റിഫ്രഷ് ചെയ്താൽ ഒരു ആർട്ടിക്കിൾ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ 2 ആർട്ടിക്കിൾ കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു. സോ നമ്മൾ 3 ആർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് നമുക്കൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ റൂട്ട്സിൽ web.php എടുക്കുന്നു. റൂട്ട് get/articles. ദെൻ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് എല്ലാ ആർട്ടിക്കിൾസും കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ $articles ഈക്വൽസ് app/article സ്കോപ്പ് റെസൊല്യൂഷൻ ഓൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആർട്ടിക്കിളും കിട്ടും. then നമുക്ക് ഡംപ് എന്നുള്ളൊരു മെത്തേഡ് വിളിക്കാം. ഡംപ് ഓഫ് $articles. ദെൻ ഇത് സേവ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ആക്ച്വലി 3 എലമെന്റ്സ് ഇവിടെ കിട്ടി. നമ്മുടെ 3 ആർട്ടിക്കിൾസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്കതിൽ എല്ലാ ആർട്ടിക്കിൾസും വേണ്ട എന്ന് കരുതുക, നമുക്കതിൽ 2 ആർട്ടിക്കിൾസ് മാത്രം മതി എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് app/article സ്കോപ്പ് റെസൊല്യൂഷൻ ടേക്ക് എന്നുള്ള മെത്തേഡ്. ടേക്ക് ഇപ്പോൾ നമ്മൾ 2 കൊടുക്കുന്നെങ്കിൽ 2 എലമെന്റ്സ് മാത്രം എടുക്കും. ഓക്കെ, ടേക്ക് 2. ദെൻ നമ്മൾ ഗെറ്റ് എന്ന് വിളിക്കാം. ടേക്ക് 2 ഗെറ്റ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി 2 എലമെന്റ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ഇതിനെ സോർട്ടഡ് ഓർഡറിൽ വേണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ഫസ്റ്റ് വരുന്ന രീതിയിൽ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡുകളായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടേക്ക് 2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത 2 എണ്ണം ആയിരിക്കും എനിക്ക് കിട്ടുക. ഗെറ്റ് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ അതിൽ ലാസ്റ്റ് ഇൻസേർട്ട് ആയ 2 എണ്ണം ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുക. ഇനി നമുക്ക് ആർട്ടിക്കിൾസിനായിട്ട് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വ്യൂസിൽ വരുന്നു, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ പറയണ list-articles.blade.php. അതിൽ നമ്മൾ പറയണം extends layouts .theme എന്നുള്ള ലേഔട്ടാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ വെബിൻ്റെ അകത്ത് അത് റിട്ടേൺ ചെയ്യണം. സോ നമ്മൾ പറയാണ് റിട്ടേൺ വ്യൂ ലിസ്റ്റ് ആർട്ടിക്കിൾസ്. സേവ് ചെയ്യുന്നു. ദെൻ ആർട്ടിക്കിൾസ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തീം കിട്ടുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് ഇവിടെ ആർട്ടിക്കിൾസ് ലിസ്റ്റ് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ഈ ആർട്ടിക്കിൾസിനെ ഇങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അറേ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നത്. ആ അറേയിൽ കീ ആയിട്ട് നമ്മൾ പറയുകയാണ് ആർട്ടിക്കിൾസ് $articles. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു അറേ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു അറേ ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഇനി ഇതിപ്പോൾ കീയുടെയും വാല്യൂയുടെയും പേര് സെയിം ആണ്. ഓക്കെ, അതായത് ആർട്ടിക്കിൾസ് തന്നെയാണ് രണ്ടിൻ്റെയും പേരെന്നുണ്ടെങ്കിൽ PHPയിലുള്ള ഒരു ഫംഗ്ഷനാണ് കോമ്പാക്ട് എന്നുള്ള ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താലും മതി, കോമ്പാക്ട് ഓഫ് ആർട്ടിക്കിൾസ്. ഇങ്ങനെ കൊടുത്താലും സെയിം മീനിങ് ആണ്. ഓക്കെ, നമ്മൾ തൽക്കാലം ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ theme.blade.php എടുക്കാം. അതിൽ ആക്ച്വലി ആർട്ടിക്കിൾസ് ലിസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ നമുക്ക് എടുക്കാം. ഇവിടെ ആക്ച്വലി ഈ UL-ൻ്റെ അകത്താണ് ശരിക്കും ഈ ഓരോ ആർട്ടിക്കിൾസും കിടക്കുന്നത്. നമുക്ക് ഈ UL കോപ്പി എടുക്കാം. ദെൻ നമുക്ക് അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് yield പറയാം. yield അതിൽ നമ്മൾ പറയാണ് പോസ്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ലിസ്റ്റ് ആർട്ടിക്കിൾസിൽ വന്നിട്ട് അത് സെക്ഷനായിട്ട് പറയാം. section. ദെൻ ഇവിടെ നമ്മുടെ കണ്ടന്റ് പറയുന്നു. ദെൻ end section. ഇനി നമുക്ക് ഈ സെക്ഷൻ ഒരു ടൈറ്റിൽ കൊടുക്കാം. സോ നമ്മളവിടെ yield-ൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സെയിം ടൈറ്റിൽ ഇവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ കണ്ടന്റ് വന്നിട്ട് ഈ സെക്ഷനിൽ ഡിസ്പ്ലേ ആവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന് പോസ്റ്റ് എന്നുള്ള പേര് കൊടുക്കുന്നു. ഇനി ആക്ച്വലി ഈ ഓരോ LIയും വരേണ്ടത് നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള LIs എല്ലാം ക്ലിയർ ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ഒരു ഈച്ച് ലൂപ്പ് എഴുതണം. സോ നമ്മൾ പറയാണ് for each
ഡോളർ ആർട്ടിക്കിൾസ് ആസ് ഡോളർ ആർട്ടിക്കിൾ എൻഡ് ഫോർ ഈച്ച്. ഇനി നമുക്ക് ഈ LI അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കണം. സോ അതിന് നമ്മൾ പറയാം ബ്രാക്കറ്റ് ഇടുന്നു, ഡോളർ ആർട്ടിക്കിൾ ആരോ ടൈറ്റിൽ. ദെൻ ഇവിടെ ആ ആർട്ടിക്കിളിൻ്റെ ബോഡിയാണ് വരേണ്ടത്. വീണ്ടും അവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഡോളർ ആർട്ടിക്കിൾ ആരോ ബോഡി. ദെൻ അത് സേവ് ചെയ്യാം. ഇവിടെ ആക്ച്വലി നമ്മുടെ ആർട്ടിക്കിൾസ് വന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളും അതിൻ്റെ കണ്ടൻറ്റുമാണ് ഇവിടെ വന്ന് ഡിസ്പ്ലേ അയക്കുന്നത്. ഇനി നമുക്ക് ആക്ച്വലി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമ്മളിപ്പം ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഒരു പുതിയ പോസ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. പുതിയ പോസ്റ്റ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. അതിൽ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റണം. ദെൻ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നോർമലി കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മളൊരു ബേസിക് ഡാറ്റാബേസ് ഓപ്പറേഷൻസിനെ ക്രെഡ് ഓപ്പറേഷൻസ് എന്ന് പറയും. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ക്രെഡ് ഓപ്പറേഷൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കുറേ ഫംഗ്ഷൻസ് എഴുതേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ നമുക്ക് വേണ്ട ബേസിക് ഓപ്പറേഷനിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആർട്ടിക്കിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ലിസ്റ്റ് ചെയ്യുക, ലിസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ്. ഇത് അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ദെൻ നമുക്ക് ഒരു ആർട്ടിക്കിൾ മാത്രം എടുത്ത് കാണേണ്ടി വരും. ഒരു ആർട്ടിക്കിളിൽ ക്ലിക്ക് ചെയ്താൽ ആ ആർട്ടിക്കിൾ മാത്രം കാണേണ്ടി വരും. അപ്പോൾ ഷോ സിംഗിൾ ആർട്ടിക്കിൾ, അത് മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഇതിന് വേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ന്യൂ ആർട്ടിക്കിൾ, ഇത് മറ്റൊരു ഫംഗ്ഷനാലിറ്റി ആയിരിക്കണം. ഓക്കെ, ഇനി ആ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്യുന്ന പേജ് വരാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് വേണം. ഇനി അത് പേജ് വന്നിട്ട് ആ പേജിലെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമ്മളൊരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ച്വലി സേവ് ചെയ്യാനായിട്ട്, ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷനാലിറ്റി വേണം, സ്റ്റോർ എ ന്യൂ ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആർട്ടിക്കിൾ എഡിറ്റ് ചെയ്യാനുള്ളൊരു പേജ് വരും. എഡിറ്റ് ചെയ്യാൻ വരുമ്പം ആർട്ടിക്കിളിൽ ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എഡിറ്റ് ചെയ്യാനുള്ളൊരു പേജ് വേണം. അപ്പോൾ എഡിറ്റ് ആൻ ആർട്ടിക്കിൾ, ഇത് മറ്റൊരു ഓപ്ഷനാണ്. ഇനി ആ എഡിറ്റ് ചെയ്ത ആർട്ടിക്കിൾ ഉണ്ടല്ലോ, നമ്മൾ ആ എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് സേവ് ചെയ്യണം, അത് അപ്ഡേറ്റ് ആവണം. അപ്പോൾ അതിനൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അപ്ഡേറ്റ് ആൻ ആർട്ടിക്കിൾ. ഇനി നമുക്ക് ഒരു ആർട്ടിക്കിൾ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റിംഗ് പേജിൽ ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, ഈ 7 കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് വേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഒരു കൺട്രോളർ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ മിനിമം നമ്മൾ 7 ഫംഗ്ഷൻസ് എഴുതും. അതായത് ആർട്ടിക്കിൾ ലിസ്റ്റ് ചെയ്യാനും, ഒരു ആർട്ടിക്കിൾ കാണിക്കാൻ, ദെൻ ഒരു പുതിയ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ, അത് സേവ് ചെയ്യാൻ, അത് എഡിറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻസ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ലാറവൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്ത് തരും. സോ ഈ ഫംഗ്ഷനാലിറ്റീസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൺട്രോളർ ആർട്ടിസൺ കമാൻഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു -r എന്നുള്ള ഒരു എക്സ്ട്രാ ആട്രിബ്യൂട്ട് അതിന് ഇട്ട് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി ഈ ഓപ്പറേഷൻസിന്, ഈ ക്രെഡ് ഓപ്പറേഷൻസിന് വേണ്ട എല്ലാ ഫംഗ്ഷൻസും അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ നമ്മുടെ ടെർമിനലിലത്ത് നമ്മൾ പറയുകയാണ് PHP ആർട്ടിസാൻ. നമുക്കൊരു കൺട്രോളറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, മേക്ക് കൺട്രോളർ. ദെൻ കൺട്രോളറിൻ്റെ പേര് ആർട്ടിക്കിൾസ് കൺട്രോളർ. ദെൻ നമ്മൾ -r പറയുന്നു. ഇനി നമ്മൾ നമ്മുടെ ആപ്പ് ഡയറക്ടറിയിലെ HTTPയിലെ കൺട്രോളേഴ്സിലെ ആർട്ടിക്കിൾസ് കൺട്രോളർ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അതിന് വേണ്ട ഫംഗ്ഷൻസ് എല്ലാം അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ഇൻഡെക്സ് ഫംഗ്ഷൻ ഉണ്ട്, ദെൻ ക്രിയേറ്റ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ സ്റ്റോർ, ഷോ, എഡിറ്റ്, അപ്ഡേറ്റ്, ഡിസ്ട്രോയ്. ഓക്കെ, ഈ ഓരോ ഫംഗ്ഷനും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഓരോ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഓരോ ഫംഗ്ഷനും വേണ്ടിയിട്ടുള്ള റൂട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ആദ്യമായിട്ടുള്ളത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ലിസ്റ്റിംഗ് ഓഫ് ദി റിസോഴ്സ്, അതായത് ആർട്ടിക്കിൾസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിനുള്ള റൂട്ട് എന്ന് പറയുന്നത് റൂട്ട്, അതൊരു ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും. /ആർട്ടിക്കിൾസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആർട്ടിക്കിൾസ് കൺട്രോളറിൻ്റെ അകത്ത് ആർട്ടിക്കിൾസ് കൺട്രോളർ അതിൻ്റെ ഇൻഡെക്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ സ്പെസിഫൈ ചെയ്തു. അപ്പോൾ /ആർട്ടിക്കിൾസ് വന്നാൽ ഈ ഫംഗ്ഷൻ ആയിരിക്കും ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോം ഉണ്ടല്ലോ, ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലും ബോഡിയും ഒക്കെ എൻ്റർ ചെയ്ത് ആ സബ്മിറ്റ് ബട്ടണുള്ള ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള റൂട്ട്, അത് ക്രിയേറ്റ് എന്നുള്ള ഈ ഫംഗ്ഷനിലേക്കാണ് വരേണ്ടത്. സോ അത് പറയാണ് റൂട്ട്, അതും ഗെറ്റ് റിക്വസ്റ്റ് ആണ്, /ആർട്ടിക്കിൾസ് /create എന്നുള്ള ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. അത് വീണ്ടും ആർട്ടിക്കിൾസ് കൺട്രോളറിൻ്റെ അകത്ത് ക്രിയേറ്റ് എന്നുള്ള ഈ ഫംഗ്ഷനാണ് വേണ്ടത്. സോ ആർട്ടിക്കിൾ കൺട്രോളർ @create. ഇനിയുള്ളത് അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് സബ്മിറ്റ് ചെയ്തിട്ട് അത് ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമുക്കൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ റൂട്ട് സ്കോപ്പ് റെസൊല്യൂഷൻ പോസ്റ്റ്. ഓക്കെ,
അത് നമ്മൾ /articles എന്നുള്ള പേജിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ സ്റ്റോർ എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. സോ നമ്മൾ പറയുകയാണ് articles controller @store. ഓക്കെ, അപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ്, ആർട്ടിക്കിൾസിലേക്ക് ഗെറ്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇത് വർക്ക് ചെയ്യും, പോസ്റ്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇത് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഇനി വേണ്ട ഷോ എന്നുള്ള ഫംഗ്ഷനാണ്, അതായത് ഒരു ആർട്ടിക്കിൾ മാത്രമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അതും ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും. സോ റൂട്ട് ഗെറ്റ് /articles/ അതിൻ്റെ ഐ ഡി ആയിരിക്കും വരുന്നത്. ഒരു ആർട്ടിക്കിളിൻ്റെ ഐ ഡി പാസ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോ ഇവിടെ ആർട്ടിക്കിൾ നമ്മൾ പാസ് ചെയ്യണം, ആർട്ടിക്കിളിൻ്റെ ഐ ഡി. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റൂട്ട് പറയുന്നു, ആർട്ടിക്കിളിൻ്റെ ഐ ഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ചെയ്യേണ്ടത് ആർട്ടിക്കിൾസ് കൺട്രോളറിൻ്റെ അകത്ത് ഷോ എന്നുള്ള മെത്തേഡാണ്. സോ ആർട്ടിക്കിൾസ് കൺട്രോളർ ഷോ എന്നുള്ള മെത്തേഡ്. ഇനി നമുക്ക് വേണ്ടത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഫോം വരാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് നമ്മൾ പറയാണ് ആർട്ടിക്കിളിൻ്റെ ഐ ഡി /edit. ഓക്കെ, ദെൻ ആർട്ടിക്കിൾസ് കൺട്രോളറിൻ്റെ അകത്ത് എഡിറ്റ്. അപ്പോൾ URL ഇങ്ങനെ ഇരിക്കും, ആർട്ടിക്കിൾസ് ഒരു ഐ ഡി /edit എന്ന് കൊടുത്താൽ ആ ഐ ഡിയിലുള്ള ആർട്ടിക്കിൾ എഡിറ്റ് ചെയ്യാനുള്ള ഫോം വരും. ഇനി നമുക്ക് വേണ്ടത് ആ എഡിറ്റ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ അപ്ഡേറ്റ് എപ്പോഴും നമുക്കൊന്നിൽ പാച്ച് റിക്വസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ പുട്ട് റിക്വസ്റ്റ് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പുട്ട് റിക്വസ്റ്റ് എഴുതാം. സോ അതിനായിട്ട് റൂട്ട് പുട്ട് റിക്വസ്റ്റ് എഴുതാണ്, ആർട്ടിക്കിളിൻ്റെ ഐ ഡിയും കൂടെ പാസ് ചെയ്യുന്നു. ദെൻ ആർട്ടിക്കിൾസ് കൺട്രോളറിൽ അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ട്രിഗർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കുള്ളത് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസ്ട്രോയ് എന്നുള്ള ഈ മെത്തേഡാണ്, അത് ഡിലീറ്റ് റിക്വസ്റ്റ് ആണ്. സോ റൂട്ടിൽ ഡിലീറ്റ് റിക്വസ്റ്റ് വരികയാണെങ്കിൽ /articles/ആർട്ടിക്കിളിൻ്റെ ഐ ഡിയും കൂടെ ആയിട്ടൊരു ഡിലീറ്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾസ് കൺട്രോളറിൻ്റെ അകത്ത് ഡിസ്ട്രോയ് എന്നുള്ള ഫംഗ്ഷൻ ആയിരിക്കും ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഫംഗ്ഷൻസും അതിൻ്റെ റൂട്ടും റെഡിയാണ്. നമുക്ക് ഓരോന്നിനുള്ള പേജുകൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ theme.blade.php എടുത്തിട്ട് അതിൽ ആവശ്യമില്ലാത്ത സെക്ഷനുകൾ ഡിലീറ്റ് ചെയ്ത് കളയാം. സോ നമ്മൾ ഈ സെക്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ദെൻ ഒരു വെൽക്കം സെക്ഷൻ ഉള്ളത് അതും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. താഴെയുള്ള ഈ സെക്ഷനും ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഹെഡർ സെക്ഷനും ഫൂട്ടറും ആ ഒരു മെനു സെക്ഷനും മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ നേരത്തെ ഇവിടെ yield of post എന്ന് എഴുതിയിരുന്നു. ആക്ച്വലി അതൊരു ഡിവിൻ്റെ അകത്താണ്, നമ്മൾ പുറത്തേക്ക് കൊണ്ടിടുന്നു. ദെൻ ഈ ഡിവും നമ്മൾ കളയുന്നു. ദെൻ yield of post എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ കണ്ടന്റ് എന്നുള്ളൊരു ജനറലൈസ് ചെയ്തിട്ടുള്ളൊരു പേര് കൊടുക്കാം, കണ്ടന്റ്. അപ്പോൾ ഓരോ പേജിൻ്റെയും കണ്ടന്റ് ആയിരിക്കും നമ്മൾ ഇവിടെ കൊണ്ട് ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേജുകൾ വേണം. അപ്പോൾ നമ്മൾ ഈ വ്യൂസ് ഫോൾഡറിൻ്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുകയാണ്. ആർട്ടിക്കിൾസിൻ്റെ വ്യൂസ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണ് ഒരു ഫയലിൽ index.blade.php അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ നമ്മൾ പറയുകയാണ് @extends, അവിടെ നമ്മുടെ ഈ തീം എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ layouts.theme. ദെൻ നമുക്ക് സെക്ഷൻ പറയണം @section, അവിടെ നമ്മുടെ കണ്ടന്റ് ആണ് വരേണ്ടത്. ഓക്കെ, കണ്ടന്റ് @end section. ഓക്കെ, ഓൾറെഡി നമ്മളിത് ലിസ്റ്റ് ആർട്ടിക്കിൾസ് എന്നുള്ള ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് അത് കോപ്പി ചെയ്യാം. ഈ UL അടക്കം അത് നമ്മൾ കോപ്പി ചെയ്യുന്നു. ദെൻ ഇത് ക്ലോസ് ചെയ്യാം. ദെൻ അത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ആക്ച്വലി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ഓരോ ആർട്ടിക്കിൾസും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണിത്. ദെൻ നമ്മൾ ആർട്ടിക്കിൾസ് കൺട്രോളർ എടുക്കുകയാണ്. സോ ഇവിടെ നിന്നും ഈ ഇൻഡെക്സ് മെത്തേഡിൽ നിന്ന് ആക്ച്വലി നമുക്ക് എല്ലാ ആർട്ടിക്കിൾസും പാസ് ചെയ്ത്, അതാണ് ആക്ച്വലി index.blade.php ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്ത് ഫോർ ഈച്ചിൽ കാണിക്കുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഇവിടെ ആദ്യം അതിൻ്റെ മോഡൽ യൂസ് ചെയ്യാം, app/article. ദെൻ നമ്മുടെ ഇൻഡെക്സ് മെത്തേഡിൽ നമുക്ക് എല്ലാ ആർട്ടിക്കിൾസും കിട്ടണം. സോ നമ്മൾ പറയണം ആർട്ടിക്കിൾസ് ഈക്വൽസ് ആർട്ടിക്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓൾ. ഇപ്പോൾ എല്ലാ ആർട്ടിക്കിളും നമുക്ക് കിട്ടും. അതിന് നമുക്ക് ഈ വ്യൂവിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വ്യൂ റിട്ടേൺ ചെയ്യണം, റിട്ടേൺ വ്യൂ. ദെൻ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട വ്യൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസിൻ്റെ അകത്ത് index.blade.php ആണ്. അപ്പോൾ നമ്മൾ പറയാണ് articles.index. ദെൻ നമുക്ക് ആർട്ടിക്കിൾസ് ഇവിടെ പാസ് ചെയ്യാം, ആർട്ടിക്കിൾസ് $articles. ഇനി നമ്മൾ /articles വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ആവശ്യമില്ലാത്ത പോർഷനൊക്കെ എൻ്റെ അകത്ത് നിന്ന് പോയി. ഇപ്പോൾ ഒരു മെനു സെക്ഷനും ഒരു ഫൂട്ടറും മാത്രമേ ഉള്ളൂ. ഇതാണ് ആക്ച്വലി നമ്മുടെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ലിങ്ക് ആഡ് ചെയ്യണം, അതായത് ആർട്ടിക്കിൾ ആഡ് ചെയ്യാനുള്ള പേജിലേക്ക് ഒരു ലിങ്ക് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ നമ്മുടെ index.blade.php എടുക്കുന്നു, ഒരു ആങ്കർ എഴുതുകയാണ് href equals. നമുക്ക് വേണ്ടത് articles/create എന്നുള്ള പേജിലേക്കുള്ളൊരു ലിങ്കാണ്. പറയുകയാണ് ആഡ് ന്യൂ ആർട്ടിക്കിൾ, സേവ് ചെയ്യുന്നു.
ദെൻ ഒരു ലിങ്ക് വന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ പേജ് ബ്ലാങ്ക് ആണ്, നമ്മൾ അതിൻ്റെ കൺട്രോളറിൽ ആക്ഷൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ആക്ച്വലി വേണ്ടത് നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാനുള്ള പേജാണ് വേണ്ടത്. സോ നമ്മൾ വീണ്ടും ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ആർട്ടിക്കിളിൻ്റെ അകത്താണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൽ പറയാണ് create.blade.php, അതായത് ഒരു പുതിയ ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ സെയിം ലേഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. @extents നമ്മുടെ ലേഔട്ടിൻ്റെ പേര് layouts.theme. ഇനി നമ്മുടെ ആർട്ടിക്കിൾസ് കൺട്രോളറിൽ വന്ന് നമുക്ക് ക്രിയേറ്റ് മെത്തേഡ് എടുക്കാം. ആക്ച്വലി ക്രിയേറ്റ് മെത്തേഡിൽ ഇവിടെ വ്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. നമുക്കിവിടെ പറയാം റിട്ടേൺ വ്യൂ. ഏത് വ്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്? ആർട്ടിക്കിൾസിൻ്റെ അകത്ത് ക്രിയേറ്റ് എന്നുള്ള വ്യൂ ആണ്. articles.create നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇനി നമുക്ക് റിഫ്രഷ് ചെയ്യാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ആക്ച്വലി ആ CSS കറക്റ്റായിട്ട് ലോഡ് ആവാതെയാണ് കിടക്കുന്നത്. നമ്മളതിൻ്റെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ default.css എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി default.css ഇപ്പോൾ ലോഡ് ചെയ്തേക്കുന്നത് articles/default.css എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിവിടെ ഒരു സ്ലാഷ് കൊടുക്കാത്തതിൻ്റെയാണ്. നമുക്ക് നമ്മുടെ തീം എടുക്കാം. theme.blade.php എടുത്തിട്ട് നമ്മൾ ഈ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന CSSൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ലാഷ് കൊടുക്കാം. ദെൻ നമുക്കിത് റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ ആക്ച്വലി ആ ഡിസൈൻ വന്നു. ഇനി ഇവിടെ ആക്ച്വലി നമ്മുടെ ആഡ് ചെയ്യാനായിട്ടുള്ള ഫോം നമുക്ക് വേണം. സോ വീണ്ടും നമ്മുടെ create.blade.php എടുക്കുന്നു. സോ section content end section. ഇനി നമുക്ക് നമ്മുടെ തീമിൽ ബൂട്ട്സ്ട്രാപ്പ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CDN എടുക്കുകയാണ്. bootstrapcdn.com പോകുന്നു. ദെൻ ബൂട്ട്സ്ട്രാപ്പിൻ്റെ CDN URL നമ്മൾ കോപ്പി ചെയ്യുന്നു. ദെൻ നമ്മുടെ theme.blade.php വരുന്നു. ലിങ്ക് href equals link rel equals style sheet. സേവ് ചെയ്യാം. ഇനി നമ്മുടെ create.blade.php നമുക്കിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഫോം പറയുന്നു /form. ദെൻ ഫോം എലമെൻറ്റ്സ് എല്ലാം നമുക്ക് div ഒരു ഫോം ഗ്രൂപ്പ് എന്നുള്ള ഡിവിൽ ഇടാം. സോ div class equals form group. സോ ഇവിടെ ആക്ച്വലി നമുക്കൊരു ടൈറ്റിൽ വരണം. ദെൻ നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ബോഡി വേണം. ദെൻ ഒരു സബ്മിറ്റ് ബട്ടണും വേണം. സോ ഇവിടെ നമ്മൾ പറയുന്നു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ദെൻ അതിൻ്റെ ക്ലാസ് form-control. ദെൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ഏരിയ ആണ് വേണ്ടത്. ടെക്സ്റ്റ് ഏരിയയുടെ ക്ലാസ്സും form-control എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമുക്കൊരു ബട്ടൺ വേണം. ബട്ടൺ ക്ലാസ് കൊടുക്കുകയാണ് btn primary. ദെൻ ഇവിടെ പറയാണ് സേവ്. നമുക്കിവിടെ ഒരു ലേബൽ കൊടുക്കാം. സോ ലേബൽ ഇവിടെ പറയാണ് ആർട്ടിക്കിൾ ടൈറ്റിൽ. ഇവിടെ ഒരു ലേബൽ കൊടുക്കാം. ലേബൽ ആർട്ടിക്കിൾ ബോഡി. സേവ് ചെയ്യാം. സോ ഇവിടെ ആർട്ടിക്കിൾ ടൈറ്റിൽ, ആർട്ടിക്കിൾ ബോഡി, ദെൻ ഒരു സേവ് ബട്ടൺ. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യും. ദെൻ അത് നമുക്ക് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളിവിടെ ഫോമിൽ മെത്തേഡ് പറയാണ്. മെത്തേഡ് ഈക്വൽസ് പോസ്റ്റ് ആണ്. ഫോമിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് /articles ആണ്. ഇനി നമുക്ക് ഈ ആർട്ടിക്കിൾസ് കൺട്രോളറിൽ വരാം. ആർട്ടിക്കിൾസ് കൺട്രോളറിൽ ആക്ച്വലി ഫോം സബ്മിറ്റ് ചെയ്യുമ്പം എത്തുന്നത് ഈ സ്റ്റോർ എന്നുള്ള മെത്തേഡിലേക്കായിരിക്കും. സോ ഇവിടെ നമുക്ക് ഒരു എക്കോ ചെയ്തിടാം റീച്ച്ഡ് ഹിയർ. ദെൻ ഇവിടെ ഡൈ ചെയ്യാം. ദെൻ ഇവിടെ ഒരു കണ്ടൻറ്റ് കൊടുക്കാം. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമുക്കൊരു എറർ വരികയാണ് 419 പേജ് എക്സ്പയർഡ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ ഫോം സബ്മിഷൻ സേഫ് അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ create.blade.php വരുന്നു. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ഫോം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഈ ഫോമിൽ നമ്മളൊരു കാര്യം ഇട്ട് കൊടുക്കുകയാണ് @CSRF. CSRFിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറി എന്നാണ്. അതായത് വേറെ ഏതെങ്കിലും ഒരു സെർവറിൽ നിന്ന് നമ്മുടെ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ ആക്ച്വലി അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ CSRF ടോക്കൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളായിട്ട് ടോക്കൺ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ബാക്ക്ഗ്രൗണ്ടിൽ ലാർവൽ തന്നെ ചെയ്തോളും. ജസ്റ്റ് @CSRF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. സേവ് ചെയ്യാം.
നമ്മൾ വീണ്ടും ക്രിയേറ്റ് പേജ് എടുക്കുകയാണ്. ഇനി നമ്മൾ അതിന്റെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോമിന്റെ അപ്പോൾ ഒരു ഹിഡൻ ഫീൽഡ് വന്നേക്കുന്നത് കാണാൻ പറ്റും. അതിന് അണ്ടർസ്കോർ ടോക്കൺ എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി CSRF ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോക്കൺ ആക്ച്വലി ലാർവൽ വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത് പ്രോപ്പർ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് CSRF എന്ന് ഇതുപോലെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഡാറ്റ പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആക്ച്വലി റീച്ച് ഹിയർ എന്നുള്ള സെക്ഷനിലെത്തി. അത് ആക്ച്വലി നമ്മുടെ ഫോം പോസ്റ്റ് ചെയ്തേക്കുന്നത് ആക്ച്വലി ഈ ആർട്ടിക്കിൾസ് കൺട്രോളറിൽ സ്റ്റോർ എന്നുള്ള സെക്ഷനിലെത്തി. ഇനി നമുക്ക് ഈ സ്റ്റോറിൽ ഓരോ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ create.blade.phpയിൽ ഇത് ഒരു ടൈറ്റിൽ ആണെന്നും ഇതൊരു ബോഡി ആണെന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നെയിം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നെയിം പ്രോപ്പർട്ടി മസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. സോ നെയിം ഈക്വൽസ് ടൈറ്റിൽ, ഇവിടെ നെയിം ഈക്വൽസ് ബോഡി. ഓക്കെ, അപ്പോൾ ഈ പേരിലായിരിക്കും ആക്ച്വലി ഫോം പോസ്റ്റ് ചെയ്തിട്ട് അവിടെ ഡാറ്റ കിട്ടുന്നത്. നമ്മൾ വീണ്ടും article/create എടുക്കുന്നു, ദെൻ വീണ്ടും ഡാറ്റ കൊടുക്കുന്നു. ദെൻ ഇനി നമുക്ക് ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. സോ അതിനായിട്ട് എക്കോ റിക്വസ്റ്റ് ഓഫ് ടൈറ്റിൽ. ഓക്കെ, ദെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ആക്ച്വലി അവിടെ നിന്ന് പോസ്റ്റ് ചെയ്ത ടൈറ്റിൽ ഇവിടെ വന്നു. ഇനി അതുപോലെ തന്നെ എക്കോ റിക്വസ്റ്റ് ഓഫ് ബോഡി. ദെൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് ബോഡിയും കിട്ടി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഡാറ്റാബേസിലേക്ക് വളരെ സിമ്പിളായിട്ട് സേവ് ചെയ്യാം. ഇതിനെ സേവ് ചെയ്യാനായിട്ട് $article equals new article, ദെൻ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഓഫ് ടൈറ്റിൽ, ദെൻ ആർട്ടിക്കിളിൻ്റെ ബോഡി എന്ന് റിക്വസ്റ്റ് ഓഫ് ബോഡി, ദെൻ $article ആരോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യും. വളരെ സിമ്പിളാണ്. നമ്മൾ ഫോം പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ ആക്ച്വലി റിക്വസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് റിക്വസ്റ്റ് ഓഫ് അതിൻ്റെ പേര്. ആക്ച്വലി അപ്പുറം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ടൈറ്റിൽ ആയിരുന്നു, അതുകൊണ്ട് റിക്വസ്റ്റ് ഓഫ് ടൈറ്റിൽ എന്ന് വിളിച്ചാൽ ഇത് കിട്ടും. ഇതിൻ്റെ നെയിം ബോഡിയാണ്, റിക്വസ്റ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഇവിടെ ഒരു ആർട്ടിക്കിൾ പറയാം, സിമ്പിൾ വർക്ക് ആർട്ടിക്കിൾ, ദിസ് ഈസ് ദ ബോഡി ഓഫ് ദ സിമ്പിൾ വർക്ക് ആർട്ടിക്കിൾ. ദെൻ അത് സേവ് ചെയ്യാം. ഇതിപ്പോൾ ആക്ച്വലി സേവ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിവിടെ ഡൈ ചെയ്തിട്ട് എൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ആക്ച്വലി ഇനി നമുക്ക് വേണ്ടത് ഇത് റീഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആർട്ടിക്കിൾസ് ലിസ്റ്റ് ചെയ്യുന്ന പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടണം. സോ അതിനായിട്ട് ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, റിട്ടേൺ റീഡയറക്റ്റ്. എങ്ങോട്ടാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ആർട്ടിക്കിൾസിൻ്റെ ലിസ്റ്റിലേക്ക് വിട്ടാൽ മതി. ഇപ്പോൾ /articles. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് വരുന്നു, വീണ്ടും ഒരു ആർട്ടിക്കിളോട് ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ ആർട്ടിക്കിൾ, ബോഡി ഓഫ് ന്യൂ ആർട്ടിക്കിൾ. ദെൻ നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം അത് തിരിച്ച് ആർട്ടിക്കിൾസിലേക്ക് വരുന്നു. നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. ഇനി ഈ ആർട്ടിക്കിൾ ഏറ്റവും മുകളിൽ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ഇൻഡെക്സ് മെത്തേഡ് ഇപ്പം ഇവിടെ നമ്മൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നു, ലേറ്റസ്റ്റ്, ദെൻ ഗെറ്റ്. സേവ് ചെയ്യുന്നു. നമ്മൾ റിഫ്രഷ് ചെയ്താൽ നമ്മുടെ പുതിയ ആർട്ടിക്കിൾ ആക്ച്വലി ആദ്യം വന്നു. വീണ്ടും നമുക്ക് ആഡ് ന്യൂ ആർട്ടിക്കിൾ ബട്ടൺ ഉണ്ട്. ഒരു ആർട്ടിക്കിളോട് ക്രിയേറ്റ് ചെയ്യാം, ലേറ്റസ്റ്റ് 1, ബോഡി ഓഫ് ദ ലേറ്റസ്റ്റ് 1. സേവ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്. ഇനി നമുക്കൊരു ഇൻഡിവിജ്വൽ ആർട്ടിക്കിൾ കാണാനായിട്ടുള്ളൊരു പേജ് വേണം. സോ അതിനായിട്ട് നമ്മുടെ റൂട്ടിൽ ആക്ച്വലി ആർട്ടിക്കിൾസിന്റെ ID കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുത്താൽ നമുക്ക് ആക്ച്വലി ഷോ എന്നുള്ള മെത്തേഡ് വിളിക്കും. ഷോ എന്നുള്ള മെത്തേഡിലാണ് ആക്ച്വലി നമ്മളൊരു സിംഗിൾ ഐറ്റം കാണിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. സോ അതിന് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ആർട്ടിക്കിൾസിൽ വരുന്നു, ദെൻ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, show.blade.php. അപ്പോൾ നമുക്കൊരു സിംഗിൾ ആർട്ടിക്കിൾ അവിടെ കാണിക്കാൻ പറ്റും. അവിടെ നമ്മൾ തീം എക്സ്റ്റെൻഡ് ചെയ്യാണ് അറ്റ് extends layouts.theme, then at section content at end section. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൺട്രോളറിൽ വരാം. കൺട്രോളറിൽ നമ്മുടെ ഷോ എന്നുള്ള മെത്തേഡ് ഇവിടെ ആക്ച്വലി നമ്മൾ ID റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ID വെച്ചിട്ടുള്ള ആർട്ടിക്കിൾ കണ്ടുപിടിക്കാനായിട്ട് $article equals ജസ്റ്റ് ആർട്ടിക്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ് $ID ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഫൈൻഡ് എന്നുള്ള മെത്തേഡിലേക്ക് നമ്മൾ ID പാസ് ചെയ്താൽ ആ ID ഉള്ള ആർട്ടിക്കിൾ നമുക്ക് ആക്ച്വലി റിട്ടേൺ ചെയ്ത് കിട്ടും. സോ നമ്മളിവിടെ പറയുന്നത് റിട്ടേൺ $article, സേവ് ചെയ്യുന്നു. ഇനി articles/1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ID 1 ആയിട്ടുള്ള ആർട്ടിക്കിൾ നമുക്ക് കിട്ടി. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ID 2 ആയിട്ടുള്ള ആർട്ടിക്കിൾ നമുക്ക് കിട്ടി. ഇതിന് നമുക്ക് നമ്മുടെ show.blade.phpയിലേക്ക് പാസ് ചെയ്യണം. സോ നമ്മളിവിടെ പറയാണ്
റിട്ടേൺ വ്യൂ. നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഡോട്ട് ഷോ ആണ്. ദെൻ നമ്മൾ അറേ ആയിട്ട് പാസ് ചെയ്യുന്നു ആർട്ടിക്കിൾ $ആർട്ടിക്കിൾ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ആക്സസ് ചെയ്യാം. സോ ഇവിടെ ഒരു H1 ടാഗിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ പറയുകയാണ് $ആർട്ടിക്കിൾ ആരോ ടൈറ്റിൽ. ഇനി ഒരു പാരഗ്രാഫ് ടാഗിൽ നമ്മൾ അതിൻ്റെ ബോഡി പറയുന്നു $ആർട്ടിക്കിൾ ആരോ ബോഡി. സേവ് ചെയ്യുന്നു. ഇത് റിഫ്രഷ് ചെയ്താൽ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലും അതിൻ്റെ ബോഡി ഇവിടെ വന്നു. ഇനി നമുക്ക് ഈ പേജിൽ നിന്നും ആക്ച്വലി ആ ആർട്ടിക്കിളിലേക്ക് ഒരു ലിങ്ക് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ആ പേജിലേക്ക് പോകാൻ പാകത്തിന് അപ്പോൾ നമ്മൾ വീണ്ടും ആർട്ടിക്കിളിൻ്റെ ലിസ്റ്റിലേക്ക് വരികയാണ് index.blade.php. ഇവിടെ ഈ H3 ടാഗ്. ഓക്കെ, ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ടൈറ്റിൽ വരുന്നത്. ഇവിടെ നമ്മളൊരു ആങ്കർ കൊടുക്കുകയാണ് ahref ഈക്വൽസ് വരുന്നത് /articles/ആർട്ടിക്കിളിൻ്റെ ഐ ഡി ആണ്. സോ അവിടെ നമ്മൾ പറയാണ് 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു $ആർട്ടിക്കിൾ ആരോ ഐ ഡി. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ഐ ഡി ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യാം /a. സേവ് ചെയ്യുന്നു. ഇത് റിഫ്രഷ് ചെയ്താൽ ഓക്കെ ഇവിടെ ആക്ച്വലി ഒരു ലിങ്ക് വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ആ ആർട്ടിക്കിളിൻ്റെ വ്യൂ പേജിലേക്കായിരിക്കും പോകുന്നത്. ക്ലിക്ക് ചെയ്യാം, ആർട്ടിക്കിളിൻ്റെ വ്യൂ പേജ് വന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ലിസ്റ്റിംഗ് പേജിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ലിങ്ക് കൊടുക്കാം. സോ നമ്മൾ show.blade.phpയുടെ മുകളിലായിട്ട് പറയാണ് ahref ഈക്വൽസ് /articles view all articles /a. റിഫ്രഷ് ചെയ്താൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ലിങ്ക് കൂടെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിളിൽ ക്ലിക്ക് ചെയ്താൽ ആ ആർട്ടിക്കിളും അതിൻ്റെ ബോഡി ആയിരിക്കും ഇനി വരുന്നത്. ഇനി നമുക്ക് വേണ്ട ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ വേണം. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അതിൻ്റെ ടൈറ്റിലും ബോഡിയും ലിസ്റ്റ് ചെയ്യും. നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു എഡിറ്റ് പേജ് ആവശ്യമാണ്. വീണ്ടും നമ്മുടെ വ്യൂസ് ഫോൾഡറിൽ ആർട്ടിക്കിൾസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫയൽ edit.blade.php. ഇവിടെ ആക്ച്വലി നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഫോമാണ് വരേണ്ടത്. അപ്പം എഡിറ്റ് ചെയ്യാനുള്ള ഫോം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആഡ് ചെയ്യാനുള്ള ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പം ആഡ് ചെയ്യാനുള്ള ഫോം ഇതാണ് create.blade.php. അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നു. ദെൻ അത് edit.blade.phpയിൽ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എഡിറ്റ് പേജും ആക്ച്വലി സെയിം ആയിട്ട് വരും. ഇനി നമുക്കിവിടെ ടൈറ്റിലും ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്യിക്കണം. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിലും ആർട്ടിക്കിളിൻ്റെ ബോഡിയും ഇവിടെ ലോഡ് ചെയ്യിക്കണം. സോ അതിനായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് കൺട്രോളറിൽ വരുന്നു. എഡിറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് ആക്ച്വലി അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ആർട്ടിക്കിൾ കണ്ടുപിടിക്കണം. സോ $ആർട്ടിക്കിൾ ഈക്വൽസ് ആർട്ടിക്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ് $id. ഇതിനെ നമുക്ക് നമ്മുടെ edit.blade.phpയുടെ അകത്തേക്ക് പാസ് ചെയ്യണം. സോ നമ്മൾ പറയണം റിട്ടേൺ വ്യൂ, അതിൽ articles.edit. ഓക്കെ, നമുക്ക് പാസ് ചെയ്യേണ്ടത് ഈ ആർട്ടിക്കിളാണ്. സോ $ആർട്ടിക്കിൾ. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ edit.blade.phpയിൽ നമുക്ക് ഈ ആർട്ടിക്കിൾ കിട്ടും. ഓക്കെ, ദെൻ നമുക്കതിനെ ഇതിൻ്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മളിവിടെ പറയണം വാല്യൂ ഈക്വൽസ്. ഇവിടെ ആക്ച്വലി നമുക്ക് ആ വാല്യൂ വരണം. അതിപ്പോൾ ആക്ച്വലി ഉള്ളത് $ആർട്ടിക്കിളിൻ്റെ അകത്താണ്. $ആർട്ടിക്കിൾ ആരോ ടൈറ്റിൽ. ദെൻ അത് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. ഇത് ടെക്സ്റ്റ് ഏരിയയുടെ കണ്ടൻ്റ് ആയിട്ട് വരണം. സോ ടെക്സ്റ്റ് ഏരിയയുടെ അകത്ത് നമ്മൾ പറയാണ് ആർട്ടിക്കിൾ ആരോ ബോഡി. സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ആർട്ടിക്കിൾ എഡിറ്റ് ചെയ്യാനുള്ള പേജ് എടുക്കാം. അതായത് articles/ആർട്ടിക്കിളിൻ്റെ id /edit. ആക്ച്വലി നമ്മുടെ എഡിറ്റ് പേജ് വന്നു. എഡിറ്റ് പേജിൽ ആക്ച്വലി ആ കണ്ടന്റ് വന്ന് ലോഡായിട്ടുണ്ട്. അത് ലോഡാവാനുള്ള കാരണം നമ്മൾ വാല്യൂ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ലിങ്ക് കൊടുക്കണം. അതായത് ഓരോ ആർട്ടിക്കിളിനും ഒരു എഡിറ്റ് ബട്ടൺ വേണ്ടിയിട്ട് ഒരു എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കണം. അപ്പം നമ്മൾ ആർട്ടിക്കിളിൻ്റെ ലിസ്റ്റ് വരികയാണ് index.blade.php. ടൈറ്റിലും ബോഡിയും ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ആങ്കർ കൊടുക്കുകയാണ് ahref ഈക്വൽസ് /articles /ആർട്ടിക്കിളിൻ്റെ id ആർട്ടിക്കിൾ ആരോ id. ദെൻ /edit. എഡിറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ എഡിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് ഈക്വൽസ് btn സക്സസ് എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യുന്നു. നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും നേരെ ഒരു എഡിറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളിൻ്റെ എഡിറ്റ് പേജിലേക്ക് പോകും. സോ ഇത് സിമ്പിൾ വർക്ക് ആർട്ടിക്കിൾ എന്നുള്ള ഇതിൻ്റെ എഡിറ്റ് പേജിൽ പോകാനായിട്ട് അത് ക്ലിക്ക് ചെയ്താൽ സിമ്പിൾ വർക്ക് ആർട്ടിക്കിൾ, ദെൻ അതിൻ്റെ ബോഡി. ഇനി നമ്മൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടന്റ് വന്നിട്ട് അപ്ഡേറ്റ് ആവണം. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റൂട്ടിൽ പറഞ്ഞേക്കുന്നത് ഒരു പുട്ട് മെത്തേഡാണ്.
ബൈ ഡിഫോൾട്ട് നമ്മുടെ ബ്രൗസർ ചിലപ്പോൾ പുട്ട് മെത്തേഡ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി പോസ്റ്റ് മെത്തേഡ് ചെയ്യും. പോസ്റ്റ് മെത്തേഡ് ചെയ്തിട്ട് നമ്മൾ ലാർവലിന് പറഞ്ഞു കൊടുക്കും നമ്മൾ ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുട്ട് മെത്തേഡ് ആണെന്നുള്ളത്. അതിനായിട്ട് നമ്മുടെ edit.blade.php വരുന്നു. ആക്ച്വലി നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് /articles then /articleൻ്റെ ID. ഓക്കെ, ഇതിലേക്ക് ഒരു പുട്ട് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോം മെത്തേഡ് ഈക്വൽസ് പുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഫോം മെത്തേഡ് പോസ്റ്റ് തന്നെയാണ്. ദെൻ നമ്മളിവിടെ മെത്തേഡ് ഡിഫൈൻ ചെയ്യുവാണ് അറ്റ് മെത്തേഡ്. അതിനകത്ത് നമ്മൾ പറയുകയാണ് പുട്ട് മെത്തേഡാണ്. അത് ആക്ച്വലി നമ്മൾ ബ്രൗസറിൽ നിന്ന് പാസ് ചെയ്യുന്നത് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ലാർവൽ അതിനൊരു പുട്ട് റിക്വസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗെറ്റും പോസ്റ്റും അല്ലാത്ത ഏതെങ്കിലും റിക്വസ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അറ്റ് മെത്തേഡ് ഇട്ട് സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ അറ്റ് മെത്തേഡ് പുട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പുട്ട് റിക്വസ്റ്റ് ആയിട്ട് മാറും. പുട്ട് റിക്വസ്റ്റ് ആക്ച്വലി റിസീവ് ചെയ്യാൻ നമ്മുടെ ആർട്ടിക്കിൾസ് കൺട്രോളറിൽ നമ്മൾ പറഞ്ഞേക്കുന്ന അപ്ഡേറ്റ് എന്നുള്ള ഈ സെക്ഷനിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എക്കോ കൊടുക്കുകയാണ്. എക്കോ റീച്ച് ഹിയർ ഡൈ ചെയ്തിടാം. അപ്പോൾ ആക്ച്വലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും വന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇതിലൊരു അപ്ഡേറ്റ് വരുത്തുന്നു, അപ്ഡേറ്റഡ്. ദെൻ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി റീച്ച് ഹിയർ എന്നുള്ള മെസ്സേജ് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ചെയ്യാം. അതായത് ഒരു ഈ ഐഡിയ ആയിട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ദെൻ അതിൻ്റെ ഡേറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ അതിനായിട്ട് നമ്മൾ പറയുന്നു $article ഈക്വൽസ് ആർട്ടിക്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ്. ഓക്കെ, $ID. അപ്പോൾ ID ഉള്ള ആർട്ടിക്കിൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ടൈറ്റിലും ബോഡിയാണ് മാറ്റേണ്ടത്. സോ $article ടൈറ്റിൽ ഈക്വൽസ് അവിടെ നിന്ന് കിട്ടിയ ടൈറ്റിൽ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? റിക്വസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് റിക്വസ്റ്റ് ഓഫ് ടൈറ്റിൽ. ദെൻ അവിടെ നിന്ന് വീണ്ടും സെൻഡ് ചെയ്ത ബോഡി ഈക്വൽസ് റിക്വസ്റ്റ് ഓഫ് ബോഡി. ഇനി നമുക്കിതിനെ സേവ് ചെയ്താൽ മതി. $article സേവ്. ഇനി നമുക്ക് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ ലിസ്റ്റിംഗ് പേജിലേക്ക് പോകണമെങ്കിൽ ലിസ്റ്റിംഗ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. സോ റിട്ടേൺ റീഡയറക്റ്റ് ഓഫ് നമ്മുടെ ആർട്ടിക്കിൾസ് എന്നുള്ള പേജ് സേവ് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ എഡിറ്റ് പേജ് എടുക്കുന്നു. ഓക്കെ, ഇവിടെ അപ്ഡേറ്റഡ് എന്ന് കൊടുക്കുന്നു. ദെൻ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ നമ്മുടെ സിമ്പിൾ വർക്ക് ആർട്ടിക്കിൾ അപ്ഡേറ്റഡ്. ഓക്കെ, ആക്ച്വലി നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടന്റ് അപ്ഡേറ്റ് ആയി. നമുക്ക് വേറെ ഒരെണ്ണം കൂടി എഡിറ്റ് ചെയ്ത് നോക്കാം. ഈ ലേറ്റസ്റ്റ് വൺ എന്നുള്ള ഇത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് ചെയ്യുന്നു. ലേറ്റസ്റ്റ് വൺ ഹാസ് ബീൻ അപ്ഡേറ്റഡ്. ദെൻ ബോഡി ഹാസ് ബീൻ അപ്ഡേറ്റഡ്. സേവ് ചെയ്യുന്നു. ഇപ്പോൾ ആക്ച്വലി റീഡയറക്റ്റ് ചെയ്ത്, അതായത് സേവിങ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റീഡയറക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം. സോ അതിനായിട്ട് നമുക്ക് നമ്മളൊരു പോസ്റ്റ് വ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പോസ്റ്റിന് താഴെ ഒരു ഡിലീറ്റ് ബട്ടൺ വെക്കാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ആയി പോകണം. നമ്മുടെ show.blade.php എടുക്കുന്നു. ആക്ച്വലി ഇവിടെയാണ് നമുക്കൊരു ഡിലീറ്റ് ഓപ്പറേഷൻ നടക്കേണ്ടത്. സോ നമ്മളിവിടെ ഒരു ഫോം ഇടുകയാണ്. ഫോം ഓക്കെ, ഇവിടെ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. സോ ബട്ടൺ, അതിൻ്റെ ക്ലാസ് കൊടുക്കുകയാണ് BTN ഡേഞ്ചർ, റെഡ് കളറിൽ വരാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ പറയാണ് ഡിലീറ്റ് ആർട്ടിക്കിൾ /ബട്ടൺ. ഇനി ഫോമിന് നമ്മൾ മെത്തേഡ് പറയാണ്. മെത്തേഡ് ഈക്വൽസ് ആക്ച്വലി നമുക്ക് ഡിലീറ്റ് മെത്തേഡാണ് വരേണ്ടത്. ബട്ട് നമ്മളിവിടെ പറയാണ് മെത്തേഡ് പോസ്റ്റ്. ആക്ഷൻ ഈക്വൽസ് നമുക്ക് വേണ്ടത് /articles ആർട്ടിക്കിളിൻ്റെ ID ആണ്. സോ ഇവിടെ $article ID കൊടുക്കുന്നു. നമുക്ക് ആദ്യം CSRF ടോക്കൺ പറയണം @CSRF. ഇനി നമുക്ക് മെത്തേഡ് പറയണം @മെത്തേഡ്. ഇവിടെ നമ്മൾ ഡിലീറ്റ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡിലീറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓൺ ക്ലിക്ക് എഴുതാണ്. സോ ഓൺ ക്ലിക്ക് ഈക്വൽസ് കൺഫേം ഓഫ് പറയാണ്. ആർ യു ഷുവർ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, സേവ് ചെയ്യുന്നു. ദെൻ ഇത് റിഫ്രഷ് ചെയ്യാം. സോ ഡിലീറ്റ് ആർട്ടിക്കിൾ എന്നൊരു ബട്ടൺ വന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആർ യു ഷുവർ എന്ന് ചോദിക്കും. ഇത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് പോസ്റ്റ് ചെയ്യും. ക്യാൻസൽ ചെയ്യാം. നമ്മളിവിടെ റിട്ടേൺ കൊടുത്തിട്ടില്ല, അത് ശ്രദ്ധിക്കുക. റിട്ടേൺ കൺഫേം എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ പോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. അതായത് അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ കൊടുത്താലും സബ്മിറ്റ് ആയി പോകും. ഓക്കെ, ഇനി നമ്മൾ ഡിലീറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നു. ദെൻ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡിലീഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഡിലീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ആർട്ടിക്കിൾസ് കൺട്രോളറിലെ ഡിസ്ട്രോയിലേക്കാണ് ആക്ച്വലി റിക്വസ്റ്റ് വരുന്നത്. നമ്മളിവിടെ പറയുകയാണ് എക്കോ റീച്ചഡ് ഡൈ. ഓക്കെ, ദെൻ വീണ്ടും ഡിലീറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നു. ഓക്കെ ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ എത്തി, ഈ പോയിന്റിലെത്തി. ഇനി നമുക്ക് ഈ ആർട്ടിക്കിൾ ID 6 ആയിട്ടുള്ള എലമെന്റിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ പറയുകയാണ് $article ഈക്വൽസ് ആർട്ടിക്കിൾ ഫൈൻഡ്
$ID. ഇനി അതിനെ നമുക്ക് സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്യാം. സോ $article ആരോ ഡിലീറ്റ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോ ആർട്ടിക്കിൾ ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമുക്ക് ആർട്ടിക്കിൾസിൻ്റെ ലിസ്റ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. റിട്ടേൺ റീഡയറക്റ്റ് ഓഫ് /articles. ഓക്കെ, ഈ ഡൈയും ഈ എക്കോയും കളയാം. സോ ഇനി നമ്മൾ ഡിലീറ്റ് ആർട്ടിക്കിൾ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ആർട്ടിക്കിൾ ന്യൂ ആർട്ടിക്കിൾ എന്നുള്ളത് എടുക്കുന്നു. ദെൻ ഡിലീറ്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളും അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ആയിപ്പോയി. സോ ഇങ്ങനെയാണ് ഡിലീറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ബേസിക് CRUD ഓപ്പറേഷൻസ് എല്ലാം ചെയ്തു. ഇനി നമ്മൾ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ആർട്ടിക്കിളിൽ ടൈറ്റിലോ ബോഡിയോ ഒന്നും പാസ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. നമ്മൾ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു SQL ക്വറി എററിലായിരിക്കും റിസൾട്ട് ചെയ്യുക. ആക്ച്വലി വാല്യൂസ് ബ്ലാങ്ക് ആണ്. അപ്പോൾ നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പം എപ്പോഴും ആ ഫോം വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് രണ്ട് തരത്തിൽ ഫോം വാലിഡേറ്റ് ചെയ്യാം. ഒന്ന് ക്ലയൻറ്റ് സൈഡിൽ വാലിഡേറ്റ് ചെയ്യാം, ഒന്ന് സെർവർ സൈഡിൽ വാലിഡേറ്റ് ചെയ്യാം. പക്ഷേ ക്ലയൻറ്റ് സൈഡിലെ വാലിഡേഷൻ എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ക്ലയൻറ്റ് സൈഡിൽ നമ്മൾ വാലിഡേഷൻ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡിന് എപ്പോൾ വേണമെങ്കിലും ഡിസേബിൾ ചെയ്യാം. അതുകൊണ്ട് ഒരു യൂസർക്ക് വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ എപ്പോഴും ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഒരു പരിധി കൂടുതൽ സെക്യൂരിറ്റി കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സെർവർ സൈഡിൽ വാലിഡേറ്റ് ചെയ്തിരിക്കണം. അതായത് ഒരു ഡാറ്റാബേസിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഓരോ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുമ്പോഴും ആക്ച്വലി നമ്മുടെ ആർട്ടിക്കിൾസ് കൺട്രോളറിലെ സ്റ്റോർ എന്നുള്ള ഈ ഫംഗ്ഷൻ്റെ അകത്തേക്കാണ് എത്തുന്നത്. ഇതിനെ നമ്മൾ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിനെ സിമ്പിളായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാലിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ലാറവൽ ബൈ ഡിഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ റിക്വസ്റ്റ് ആണ് നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ റിക്വസ്റ്റിൽ നിന്നും നമുക്ക് വാലിഡേറ്റ് എന്നുള്ളൊരു മെത്തേഡ് വിളിക്കാൻ പറ്റും. സോ റിക്വസ്റ്റ് വാലിഡേറ്റ് ഇത് ആക്ച്വലി വേറൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എടുക്കുന്നത് ഒരു അറയാണ് ആർഗ്യുമെൻ്റ് ആയിട്ട്. ഇതിൽ നമുക്ക് ഓരോ വാലിഡേഷൻ റൂൾസും പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ടൈറ്റിൽ ഫീൽഡ് എനിക്ക് റിക്വയർഡ് ഫീൽഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ഞാൻ പറയുകയാണ് റിക്വയർഡ്. അതായത് നമ്മളിനി ടൈറ്റിൽ ഫീൽഡ് ബ്ലാങ്ക് ആയിട്ടാണ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൽ എറർ വരും. ഓക്കെ, ഇനി നമ്മൾ ബോഡിയും അതുപോലെ തന്നെ നമ്മൾ റിക്വയർഡ് കൊടുക്കുകയാണ് റിക്വയർഡ്. ഓക്കെ, ദെൻ നമ്മളിത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇത് ബ്ലാങ്ക് ആയിട്ടൊന്ന് സേവ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ആക്ച്വലി എററൊന്നും വരുന്നില്ല. പക്ഷെ നോക്കിയാൽ അറിയാം ഈ ഡാറ്റാബേസ് ഓപ്പറേഷൻ നടക്കുന്നില്ല. കാരണം നമ്മൾ ഡാറ്റാബേസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾസ് എന്നുള്ള ഈ സെക്ഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് നോക്കിയാൽ അറിയാം ആക്ച്വലി അത് ക്രിയേറ്റ് പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ അർത്ഥം ഈ വാലിഡേഷൻ ഫെയിൽഡ് ആയി എന്നാണ്. അപ്പോൾ വാലിഡേഷൻ ഫെയിൽഡ് ആയാൽ ഏത് പേജിൽ നിന്നാണോ റിക്വസ്റ്റ് വന്നത് അങ്ങോട്ട് തന്നെ അത് റീഡയറക്റ്റ് ചെയ്ത് വിടും. ഇവിടെ ആക്ച്വലി വാലിഡേഷൻ ഫെയിലായി. അതുകൊണ്ട് യൂസർ ബ്ലാങ്ക് ഡാറ്റ ഒരിക്കലും ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഇത് സമ്മതിക്കില്ല. അപ്പോൾ ഇനി നമുക്കത് ക്ലയൻറ്റ് സൈഡിൽ വന്നിട്ട് അതിൻ്റെ എറേഴ്സും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം അല്ലേ. ഇതിപ്പോൾ തിരിച്ചു വന്നാൽ യൂസർക്ക് മനസ്സിലാവില്ല എന്ത് കാരണം കൊണ്ടാണ് അത് തിരിച്ചു വന്നതെന്നുള്ളത്. നമ്മുടെ create.blade.php എടുക്കുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്ത് കാണിക്കണം. അതുപോലെ ആർട്ടിക്കിളിൻ്റെ ബോഡിയിൽ എറർ ഉണ്ടെങ്കിൽ ഇവിടെ എടുത്ത് കാണിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കുകയാണ്. അതിന് സ്റ്റൈൽ കൊടുക്കുകയാണ്, കളർ റെഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വാലിഡേഷൻ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബ്രാക്കറ്റ് ഇടുന്നു. ദെൻ $errors ആരോ ഫസ്റ്റ്, ദെൻ നമ്മുടെ ഫീൽഡിൻ്റെ പേര് ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ആ ടൈറ്റിൽ ഫീൽഡിൽ എന്തെങ്കിലും വാലിഡേഷൻ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ അത് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. ദെൻ ഈ ടെക്സ്റ്റ് ഏരിയയുടെ താഴെയും നമ്മളത് കൊടുക്കുന്നു. ഓക്കെ, അവിടെ പറയാണ് എറേഴ്സ് ആരോ ഫസ്റ്റ്, ദെൻ ഇവിടെ നമ്മൾ പറയുന്ന ബോഡി. ദെൻ നമുക്ക് ഒന്നുകൂടെ സേവ് കൊടുക്കാം. ഒരു എറർ വന്നു. ആക്ച്വലി നമ്മുടെ സ്പെല്ലിംഗ് തെറ്റാണ്, എറേഴ്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, എറേഴ്സ്. ഓക്കെ, സേവ് ചെയ്യുന്നു. ദെൻ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം, സേവ് ചെയ്യാം. ആക്ച്വലി ടൈറ്റിൽ ഫീൽഡ് ഈസ് റിക്വയർഡ്, ബോഡി ഫീൽഡ് ഈസ് റിക്വയർഡ്. ആക്ച്വലി ആ വാലിഡേഷൻ മെസ്സേജ് അവിടെ വന്നു. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ വാലിഡേഷൻ ഇല്ലെങ്കിൽ കൂടി നമ്മളിവിടെ സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫ് ടാഗ് കാണാൻ പറ്റും. ഉണ്ടോ? ആക്ച്വലി നമുക്ക് എറർ ഉണ്ടെങ്കിൽ മാത്രം ഈ പാരഗ്രാഫ് ടാഗ് ഇവിടെ വന്നാൽ മതി. ഓക്കെ, ഇത് പക്ഷെ ഇവിടെ കാണുന്നില്ലെങ്കിൽ പോലും ആ പാരഗ്രാഫ് എലമെന്റ് അവിടെ ഉണ്ട്. ഈ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ ഇവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇട്ട് കൊടുക്കാം. if ദെൻ നമുക്ക് ഇങ്ങനെ പറയാം $errors ആരോ ഹാസ് ടൈറ്റിൽ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ എന്നുള്ള ഫീൽഡിൽ എറർ ഉണ്ടെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ end if ദെൻ ഇതിനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദെൻ അത് തന്നെ കോപ്പി ചെയ്യാം. അത് തന്നെ നമ്മൾ ടെക്സ്റ്റ് ഏരിയയുടെ താഴെയും കൊടുക്കുന്നു.
ദെൻ എറേഴ്സ് ഹാസ് ബോഡി എന്നുള്ള എലമെൻറ്റിന് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സേവ് ചെയ്യാം. ഇനി നമ്മളിത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ പാരഗ്രാഫ് ടാഗ് വന്നിട്ടില്ല. ഓക്കെ, ഇനി എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എറർ ഇവിടെ വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ലാർവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് @error എന്നുള്ള ടാഗ്. അതായത് നമുക്ക് ഈ ഇഫ് കണ്ടീഷൻ മാറ്റിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, @error ഓഫ് ടൈറ്റിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ @end error എന്ന് പറയണം. എറർ ബോഡിയിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എറർ കാണിക്കുക. എൻഡ് എറർ സേവ് ചെയ്യുന്നു. ഒന്നുകൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വാലിഡേഷൻസ് സെർവർ സൈഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വാലിഡേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിപ്പം ടൈറ്റിൽ റിക്വയർഡ് എന്നുള്ള ഒറ്റ വാലിഡേഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അറേ പറയാം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു അറേ ഡിഫൈൻ ചെയ്തിട്ട് ഒന്നിലധികം വാലിഡേഷൻ റൂൾസ് എനിക്കിവിടെ പറയാം. ഇപ്പോൾ റിക്വയർഡ് ആണ് എന്ന് പറയാം. ദെൻ എനിക്ക് മിനിമം ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ min:3 എന്ന് പറഞ്ഞാൽ മിനിമം 3 ക്യാരക്ടറേ വരാൻ പാടുള്ളൂ എന്നാണ്. ദെൻ ഇപ്പം മാക്സ് 255 എന്ന് പറഞ്ഞാൽ മാക്സിമം 255 ക്യാരക്ടേഴ്സേ വരാൻ പാടുള്ളൂ. ഇങ്ങനെ നമുക്ക് വാലിഡേഷൻ റൂൾസ് സെറ്റ് ചെയ്യാം. ലാറവലിൻ്റെ ഈ വാലിഡേഷൻ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും വാലിഡേഷൻ റൂൾസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വാലിഡേഷൻ റൂൾസ് അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം വിത്ത് എക്സാമ്പിൾ ആണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പം ഞാൻ ടൈറ്റിലും ബോഡിയും വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ രണ്ടിലും എററാണ്. സപ്പോസ് ഞാനൊരു പ്രോപ്പറായിട്ടുള്ള ടൈറ്റിലായിരുന്നു കൊടുത്തിരുന്നു കരുതുക. ദെൻ ഞാനത് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ ആർട്ടിക്കിൾ ബോഡി ഈ ഒരു എലമെൻറ്റ് മാത്രമേ വാലിഡേഷൻ എറർ ഉള്ളൂ. പക്ഷെ നോക്കിയാൽ ഇതിൻ്റെ കണ്ടന്റും ക്ലിയർ ആയിപ്പോയി. കാരണം ഇത് ആക്ച്വലി പോസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കണ്ടന്റ് ക്ലിയർ ആയിപ്പോയി. ഓക്കെ, റിഫ്രഷ് ചെയ്താൽ ആ പഴയ കണ്ടന്റ് പോയി. അപ്പോൾ ഇതൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ വാലിഡേഷൻ എറർ ഇല്ലാത്ത ഫീൽഡിൻ്റെയൊക്കെ പഴയ വാല്യൂസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഓൾഡ് എന്നുള്ളൊരു മെത്തേഡിൻ്റെ അകത്തുണ്ട്. നമ്മുടെ create.blade.php അകത്ത് വന്നിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇതിന് നമുക്ക് വാല്യൂ പറയാം. വാല്യൂ ഈക്വൽസ് നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് പറയാണ് ഓൾഡ് ഓഫ്, ഇവിടെ നമ്മുടെ ഫീൽഡ് ടൈറ്റിലാണ്. അപ്പോൾ ഓൾഡ് ഓഫ് ടൈറ്റിൽ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ടൈറ്റിൽ എന്നുള്ള ഫീൽഡ് പോസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പഴയ വാല്യൂ ആയിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും എറർ ഉണ്ടെങ്കിലും നമുക്ക് ആ ഡാറ്റ ഇവിടെ കാണാൻ പറ്റും. അത് തന്നെ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഏരിയയുടെ അകത്തും കൊടുക്കാം. സോ ഇവിടെ ബ്രാക്കറ്റ് ചെയ്യുന്നു. ദെൻ ഓൾഡ് ഓഫ്, ഇത് ബോഡി എന്നുള്ള ഫീൽഡാണ്. ഓക്കെ, ദെൻ സേവ് ചെയ്യാം. ഇനി നമ്മളിവിടെ ടൈറ്റിൽ ഫീൽഡിൽ വാല്യൂ കൊടുക്കുന്നു. ദെൻ ബോഡി ഫീൽഡിൽ വാല്യൂ മിസ്സാക്കിയിട്ട് നമ്മൾ സേവ് കൊടുക്കുന്നു. സോ ഇവിടെ ബോഡി ഫീൽഡിൽ വാലിഡേഷൻ വർക്ക് ചെയ്തു, ബട്ട് പഴയ ഡാറ്റ അവിടെ നിന്ന് പോയതുമില്ല. തിരിച്ച് ചെയ്താൽ ടൈറ്റിൽ ഫീൽഡിൽ വാലിഡേഷൻ എറർ വന്നു, ബട്ട് ബോഡി ഫീൽഡിലെ ഡാറ്റ അതുപോലെ തന്നെ ഉണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോം ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ലാർവൽ ഉപയോഗിച്ച് എല്ലാ CRUD ഓപ്പറേഷൻസും എങ്ങനെ ചെയ്യാമെന്നുള്ളതുമാണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴത്ത് കമൻ്റായിട്ട് തരിക. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.